പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 18 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കറണ്ട് അഫേഴ്സ് ഏതൊരു എക്സാമിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Name of the Kerala-based women's startup company has signed an agreement with United Nations Women's Empowerment Principles. ഐക്യരാഷ്ട്ര വനിതാ ശാക്തീകരണ തത്വങ്ങളുമായി കരാർ ഒപ്പിട്ട കേരളം ആസ്ഥാനമായുള്ള വനിതാ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേര് വിദ്യുതി എനർജി സർവീസസ്. വിദ്യുതി എനർജി സർവീസസ് ആണ് കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി യുണൈറ്റഡ് നേഷൻസ് വുമൻസ് എംപവർമെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. VES ഇന്ത്യയിലെ 65ാമത്തെ കമ്പനിയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കമ്പനിയും ആണ് യുണൈറ്റഡ് നേഷൻസ് വുമൻസ് എംപവർമെൻറ്റ് പ്രിൻസിപ്പിളിൽ ഒപ്പുവെച്ച കമ്പനി. ഇന്ത്യയിൽ നിന്നുള്ള ഐക്യരാഷ്ട്ര വനിതാ ശാക്തീകരണ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി നീതി ആയോഗിൻ്റെ ആദ്യ പട്ടികയിൽ കേരളം ഇതിനകം തന്നെ ഉണ്ട്. ഇന്ത്യ ഹാസ് ബീൻ റാങ്ക്ഡ് അറ്റ് വിച്ച് പൊസിഷൻ ഇൻ ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2020? മാനവ വികസന സൂചിക 2020 പ്രകാരം ഇന്ത്യ ഏത് സ്ഥാനത്താണ്? 131. 189 രാജ്യങ്ങളിൽ ഇന്ത്യ 131ാമത്തെ സ്ഥാനത്താണ്. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യം, ജീവിത നിലവാരം, വിദ്യാഭ്യാസം എന്നിവയുടെ അളവുകോലാണ് ഈ സൂചിക. 2019 ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യം 69.7 വർഷവും, ബംഗ്ലാദേശിൻ്റെ 72.6 വർഷവും, പാകിസ്ഥാൻ്റെ 67.3 വർഷവുമാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2020 പ്രകാരം നോർവേയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം. തൊട്ടുപുറകെ അയർലൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഹോങ്കോങ്, ഐസ്ലാൻഡ്, ജർമ്മനി 6ാമത്തെ സ്ഥാനത്തും. വാട്ട് ഈസ് ദ നെയിം ഓഫ് India's 42nd communications satellite, which is successfully placed into orbit on 17th December 2020? 2020 ഡിസംബർ 17 വിജയകരമായി ഭ്രമണപഥത്തിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ 42ാമത്തെ ആശയവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേര് CMS-01. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും PSLV C-50ലാണ് CMS-01 എന്ന 42ാമത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു കോൺട്രിബ്യൂട്ട് ടു ഹൗ മച്ച് ഫണ്ട് ടു ദി വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി വാഡ? വേൾഡ് ഡോപ്പിംഗ് വിരുദ്ധ ഏജൻസിക്ക് വാഡ ഫണ്ടിലേക്ക് എത്ര സംഭാവന നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു? $1 മില്യൺ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്. വാഡയുടെ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കുന്നതിന് വേണ്ടി ഈ തുക ഉപയോഗിക്കും. ഇന്ത്യക്ക് തൊട്ടുപുറകെ സൗദി അറേബ്യ, ചൈന, ഈജിപ്റ്റ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ രാജ്യങ്ങളാണ്. APEDA helped to ship the first consignment of rice from the Varanasi region to which country on 16th December 2020? 2020 ഡിസംബർ 16 വാരണാസി മേഖലയിൽ നിന്ന് ഏത് രാജ്യത്തേക്ക് ആദ്യമായി അരി കയറ്റി അയക്കാൻ APEDA സഹായിച്ചു? ഖത്തർ. 520 മെട്രിക് ടൺ അരിയാണ് വാരണാസി റീജിയനിൽ നിന്ന് ഖത്തറിലേക്ക് അയക്കാൻ APEDA സഹായിച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹനത്തിന് ഉത്തരവാദിത്തം ഇന്ത്യൻ സർക്കാരിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സുപ്രധാന സ്ഥാപനമാണ് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി APEDA. Which nation has been witnessing protest from the members of the San Isidro movement? സാൻ ഇസിഡ്രോ മൂവ്മെൻറ്റിലെ അംഗങ്ങളുടെ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുന്ന രാജ്യം ക്യൂബ. 6 പതിറ്റാണ്ടിലേറെയായി സ്വച്ഛാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കീഴിലുള്ള ഒരു രാജ്യമാണ് ക്യൂബ. അഭിപ്രായ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കലാകാരന്മാരും പ്രവർത്തകരും നടത്തുന്ന പ്രചാരണം
അതിവേഗം ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഈ അംഗങ്ങളുടെ മൂവ്മെൻ്റാണ് സാൻ ഇസിഡ്രോ മൂവ്മെൻറ്റ്. വിച്ച് കൺട്രി ഹാസ് ബീൻ ബാൻഡ് ഫ്രം കോമ്പറ്റിംഗ് അറ്റ് മേജർ ഇൻ്റർനാഷണൽ ഈവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഒളിമ്പിക്സ് ഓൺ 17 December 2020? ഏത് രാജ്യത്തെയാണ് ഡിസംബർ 17 ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കിയത്? റഷ്യ. രാജ്യത്തിൻ്റെ പതാക കീഴിലുള്ള പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് റഷ്യൻ അത്ലറ്റുകൾ മത്സരിക്കുന്നതിൽ നിന്ന് തടയുന്ന ഡോപ്പിംഗ് ഉപരോധം കോർട്ട് ഓഫ് ആർബിട്രേഷൻ ശരിവച്ചു. ഇത് പ്രകാരം റഷ്യയ്ക്ക് അടുത്ത 2 വർഷത്തേക്ക് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. ദി ഫോർമൽ റെക്കഗ്നിഷൻ ഓഫ് യോഗാസന ആസ് എ കോമ്പറ്റിറ്റീവ് സ്പോർട്ട് ലൈക്ലി ടു ഹാവ് ഹൗ മെനി കാറ്റഗറീസ്, മെഡൽസ് ആൻഡ് ഈവൻറ്റ്സ്? യോഗാസനയെ ഒരു മത്സര കായിക ഇനമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിലൂടെ എത്ര വിഭാഗങ്ങൾ, മെഡലുകൾ, ഈവൻറ്റുകൾ ഉണ്ടാകും? 51 മെഡൽസ്, 4 ഈവൻറ്റ്സ്, 7 കാറ്റഗറീസ്. ആയുഷ് മന്ത്രാലയവും യുവജനകാര്യ കായിക മന്ത്രാലയവും 2020 ഡിസംബർ 17 യോഗാസനയെ മത്സര കായിക ഇനമായി ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇത് പ്രകാരം യോഗാസന ഇനി മുതൽ ഒരു കോമ്പറ്റിറ്റീവ് സ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.